ഷീജ. മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും ഒക്കെ ഇന്നത്തെ മഹാസമ്മേളനത്തിൽ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായുള്ള മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ കൂടിയാണ് മമ്മൂട്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്, അല്ലേ? ഇതൊക്കെയാണ് വിവരങ്ങൾ. തീർച്ചയായും അജിംഷാദ്, അല്പസമയം മുമ്പാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തേക്കിറങ്ങി അദ്ദേഹം ഇവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ, അതായത് കേരളത്തിന്റെ അഭിമാനമാകുന്ന പദ്ധതി, അതിന്റെ പൂർത്തീകരണ പ്രഖ്യാപനം, അതായത് കേരളത്തിന്റെ ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന വേളയിൽ മുഖ്യാതിഥിയാണ്, വിശിഷ്ടാതിഥിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കുറച്ചു നാളായി സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ വലിയൊരു തിരിച്ചുവരവ് ഉണ്ടായ ഒരു ഘട്ടം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ്, ഏകദേശം 9 മാസത്തിനു ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കൊച്ചിയിൽ 30-ാം തീയതി കഴിഞ്ഞ് 2 ദിവസം മുൻപാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ വിശിഷ്ടാതിഥിയാണ്, മുഖ്യാതിഥിയാണ് അദ്ദേഹം. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും അദ്ദേഹം വിശ്രമിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും വൈകിട്ടത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ കൂടി ആണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത പുതിയ സിനിമ ഈ മാസം 27-ന് റിലീസടക്കം തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം ഇവിടെ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറെ പ്രസക്തമാകുന്നത്. അജിംഷാദ്, തീർച്ചയായും അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു. കാർ ഡ്രൈവ് ചെയ്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോയത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഷീജ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ചരിത്ര പ്രഖ്യാപനം അത് നിയമസഭയിൽ നടന്നു. അതുമായി ബന്ധപ്പെട്ടൊരു മഹാസമ്മേളനമാണ്. അപ്പോൾ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കമലഹാസനും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ എപ്പോഴാണ് എത്തുക? മാത്രമല്ല, ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു മമ്മൂട്ടി ഇനിയിപ്പോൾ ഈ വൈകിട്ടാണ് മഹാസമ്മേളനം നടക്കുക, അല്ലേ? തീർച്ചയായും അജിംഷാദ്, വൈകുന്നേരം 5 മണിക്കാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പടുകൂറ്റൻ സ്റ്റേജും അതോടൊപ്പം തന്നെ 10,000-കണക്കിന് ആൾക്കാർക്ക് അതിരുന്ന് കാണുവാൻ വേണ്ടിയും ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലാണ് ഈ ഇന്ത്യൻ സിനിമയുടെ തന്നെ മഹാനടന്മാരായിട്ടുള്ള 3 പേർ, മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും എത്തുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും അതിനുവേണ്ടി, ആ ചടങ്ങിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി തന്നെയാണ്, ഏതായാലും അതിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മമ്മൂട്ടിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ മമ്മൂട്ടി, മലയാളികളുടെ ഒക്കെ മമ്മൂക്ക അങ്ങനെ ഇവിടെ അനന്തപുരിയിൽ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് എത്തി വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഔദ്യോഗികമായി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മമ്മൂട്ടിയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വിശ്രമത്തിന് ശേഷം വൈകുന്നേരമായിരിക്കും എല്ലാവരും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുക. അജിംഷാദ്, തീർച്ചയായും സെൻട്രൽ സ്റ്റേഡിയം ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. നമ്മൾ കണ്ടത് നിയമസഭയിൽ കേരളം മുഴുവൻ അതിൻ്റെ സന്തോഷത്തിലാണ്. ഷീജ, ഇന്നിപ്പോൾ ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് അറിയിക്കുന്ന ഒരു വിളംബരം തന്നെയാകും, മഹാചരിത്ര സംഭവത്തിൻ്റെ വിളംബരം തന്നെയാകും ഈ ഇതുമായി ബന്ധപ്പെട്ട മഹാസമ്മേളനം, അല്ലേ? സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുക, അല്ലേ? 3 നടന്മാരടക്കം പ്രമുഖരൊക്കെയും പങ്കെടുക്കുന്നുണ്ട്, അല്ലേ ഷീജ? തീർച്ചയായും അജിംഷാദ്, ഈ ചടങ്ങിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ മഹാനടന്മാരായ 3 പേർ, മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനുമാണ് പങ്കെടുക്കുന്നത്. ഏതായാലും ഇവർ ആ സമയത്തേക്ക് മാത്രമായിരിക്കും അവിടേക്ക് എത്തിച്ചേരുക. അതിനു മുൻപ് അവർ വിശ്രമിക്കുന്നതായിരിക്കും. ആ സമയത്ത് 5 മണിക്കാണ് പൊതുസമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും പ്രഖ്യാപനം നടത്തുകയും റിപ്പോർട്ടിൻ്റെ പ്രകാശനമടക്കം ആ ചടങ്ങിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ ചരിത്ര മുഹൂർത്തം, കേരളത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുന്ന ആ ഒരു പ്രഖ്യാപന ചടങ്ങ്, അതിൻ്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും വൈകുന്നേരം 5 മണിക്കാണ് ഈ പൊതുസമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുമുണ്ട്. അജിംഷാദ്.